നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വൈക്കം സത്യാഗ്രഹത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരധ്യായത്തെക്കുറിച്ച്. ആമചാടിത്തേവൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്നേഹിതരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കാലം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം. അന്ന് മസൂരി രോഗം മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീടാണ് മസൂരി നിർമ്മാർജ്ജനത്തിനുള്ള വിജയകരമായ പ്രതിരോധ കുത്തിവയ്പ്പും കാര്യങ്ങളുമെല്ലാം ഉണ്ടായി. അക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ നമ്മുടെ ഈ മലയാളക്കരയിൽ മസൂരി രോഗം അപഹരിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ചേർത്തല താലൂക്കിലെ പെരുമ്പളം ദ്വീപിൽ പുലയ സമുദായത്തിൽപ്പെട്ട കണ്ണന്റെയും കാളിയുടെയും വീട്ടിലും മരണം കയറി ഇറങ്ങി. ആ ദമ്പതികൾ ഇരുവരും മസൂരി രോഗത്തിന് വിധേയമായി മരിച്ചു. ആ കുടിലിൽ ശേഷിച്ചത് കഷ്ടിച്ച് 2 വയസ്സുള്ള ഒരു ആൺകുട്ടി മാത്രമാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് ലോകമെന്തെന്നറിയാത്ത പ്രായത്തിൽ അനാഥത്വത്തിലേക്ക് വഴുതി വീണ ഒരു പിഞ്ചു കുഞ്ഞ്. ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിവുള്ളതാണല്ലോ. ജാതി മാത്സര്യങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലമായിരുന്നു. അതുപോലെയുള്ള ഒരു കാലത്ത് ഒരു കീഴാളന്റെ വീട്ടിലെ പിഞ്ചു കുഞ്ഞ് അനാഥത്വത്തിലേക്ക് വഴുതി വീണാനുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെയാണ് ആമചാടിത്തേവന്റെ കഥ തുടങ്ങുന്നത്. ഒപ്പം മാതൃത്വത്തിന്റെ മഹനീയ ഭാവമായ ഒരമ്മയുടെ കഥ. ആ അമ്മ നടത്തിയ നിശബ്ദമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ കഥ. അതും അവിടെ തുടങ്ങും. അക്കാലത്ത് പെരുമ്പളം ദ്വീപിൽ കണ്ണേത്ത് എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു നായർ തറവാടുണ്ടായി. ആ നായർ തറവാട്ടിലെ അന്നത്തെ ഗൃഹനായിക, ആ അമ്മയുടെ പേര് അച്ചുക്കുട്ടി അമ്മ എന്നായിരുന്നു. കണ്ണന്റെയും കാളിയുടെയും മരണത്തോടുകൂടി ഒരു പിഞ്ചു കുഞ്ഞ് അനാഥമായ വാർത്ത അച്ചുക്കുട്ടി അമ്മയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ മനുഷ്യർക്കിടയിൽ അനവധി മതിലുകളുള്ള ഒരു കാലഘട്ടമാണത്. അവർ രഹസ്യമായി ആ കുഞ്ഞിനെ തറവാട്ടിലെത്തിച്ചു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരെന്തെല്ലാം സാഹചര്യങ്ങളെ നേരിടണം. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അച്ചുക്കുട്ടിയമ്മ ഭയപ്പെടേണ്ടത് ഏറ്റവും കൂടുതൽ അവരുടെ സ്വസമുദായത്തെ തന്നെയായി. അതീവ രഹസ്യമായി അനാഥനായ ആ കുഞ്ഞിനെ തറവാട്ടിലെത്തിച്ചു. തറവാടിനോട് ചേർന്നുള്ള ഒരു ഉരപ്പുര, ആ ഉരപ്പുരയിലാണ് ആ കുട്ടിയെ രഹസ്യമായി വളർത്തിയത്. തറവാട്ടിലെ വീട്ടുവേലയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവന്റെ പരിചരണങ്ങൾക്കായി പ്രത്യേകം ആ അമ്മ നിയോഗിക്കുകയും ചെയ്തു. യാഥാസ്ഥിതികത്വത്തിന്റെ എല്ലാ മാമൂലുകളെയും ശാന്തമായും സൗമ്യമായും ലംഘിച്ചുകൊണ്ട് അച്ചുക്കുട്ടി അമ്മ എന്ന മാതൃത്വത്തിന്റെ ആ മഹനീയത, അവർ നടത്തിയ നിശബ്ദമായ സാമൂഹ്യ വിപ്ലവം
അതായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീട് ആമചാടിത്തേവൻ എന്ന സാമൂഹ്യ വിപ്ലവകാരിയുടെ പിറവിക്ക് നിദാനമായി മാറിയത്. കണ്ണേത്ത് തറവാട്ടിലെ കുട്ടികൾക്ക് 3 വയസ്സായപ്പോൾ അവരെ എഴുത്തിനിരുത്താനായി ആ തറവാട്ടിലേക്ക് ഒരു നിലത്തെഴുത്ത് ആശാനെ വരുത്തി. ആ നിലത്തെഴുത്താശാൻ അവിടെ എത്തിയപ്പോൾ അച്ചുക്കുട്ടിയമ്മ ആ ആശാനോട് രഹസ്യമായി ഈ ദേവനെ കൂടി അക്ഷരാഭ്യാസം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. തറവാട്ടിലെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതിന്റെ അല്പം മാറി ഒരു ഓലക്കീറിട്ട് കൊടുത്ത് ആമചാടിത്തേവനെ കൂടി വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അച്ചുക്കുട്ടിയമ്മ താല്പര്യം കാണിച്ചു. അക്ഷരങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും ലോകത്തേക്കുള്ള വാതിലുകളും വാതായനങ്ങളും തുറന്നിട്ടുകൊണ്ട് അച്ചുക്കുട്ടിയമ്മ നടത്തിയ 2ാമത്തെ നിശബ്ദ സാമൂഹ്യ വിപ്ലവം അതായിരുന്നു. എന്നാൽ തേവന്റെ ഈ വളർച്ച വൈകാതെ സമൂഹം അറിഞ്ഞു. സമൂഹം അറിഞ്ഞപ്പോൾ അത് സവർണ മാമൂലുകളെ മുറുകെ പിടിച്ചിരുന്നവരുടെ മനസ്സുകളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. യുവാവായ തേവനെ കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ഭീകരമായി മർദ്ദിക്കാൻ ഉള്ള സാഹചര്യമാണ് അവരാദ്യം ഉണ്ടാക്കിയത്. പക്ഷെ അവിടെയും കണ്ണേത്ത് തറവാട്ടുകാർ തേവനെ കൈവിട്ടില്ല. അവർ ഒരു വളർത്തുമകനോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ അച്ചുക്കുട്ടിയമ്മയുടെ ഒരു ബന്ധു, പ്രഗത്ഭനായ ഒരു വ്യക്തി ഇടപെട്ട് പോലീസിനോട് രൂക്ഷമായി പ്രതികരിക്കുകയും നിരുപാധികം തേവനെ മോചിപ്പിച്ച് പെരുമ്പളത്തെത്തിക്കുകയും ചെയ്തു. ഈ സംഭവം ആമചാടിത്തേവനിലെ സാമൂഹ്യ വിപ്ലവകാരിയെ യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തെടുക്കുകയായി. ജാതിവലയുടെ പേരിൽ ഇവിടുത്തെ അധസ്ഥിത വർഗം അനുഭവിക്കുന്ന തീവ്രയാതനകൾ തേവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. പെരുമ്പളത്തിനടുത്ത് ആമചാടി തുരുത്തിൽ താമസമാക്കിയ തേവൻ ഇക്കാലത്ത് സമാന ചിന്താഗതിക്കാരായ പല ആൾക്കാരുമായും പരിചയപ്പെട്ടു. അക്കൂട്ടത്തിൽ ചരിത്രം രേഖപ്പെടുത്തേണ്ട ചില മഹാസൗഹൃദങ്ങളും ഉണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും പിന്നീട് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ നായകനുമായിരുന്ന ടി കെ മാധവൻ, അതുപോലെ കേരളം കണ്ട മഹാനായ സാമൂഹ്യ വിപ്ലവകാരി സഹോദരൻ അയ്യപ്പൻ എന്നിവരുമായെല്ലാം തേവൻ അടുപ്പത്തിലായി. പിന്നീടുള്ള തേവന്റെ ജീവിതം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നാളുകളായിരുന്നു. കാലം സുവർണാക്ഷരങ്ങളിൽ എഴുതി ചേർത്ത കുറെ നാളുകൾ. അതേക്കുറിച്ച് ആമചാടിത്തേവന്റെ പോരാട്ടങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.